വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഒരു ടെക്നിക്കൽ ഐഡിയ ആയിട്ടിട്ട് വന്നത് ഒന്നല്ല, കോഴിക്ക് വെള്ളം കൊടുക്കുന്ന ഇതില് വല്ലാത്തൊരു പ്രയാസമാണല്ലോ. കോഴിക്ക് വെള്ളം കൊടുക്കുമ്പോൾ കൂടൊന്നാകെ നനയും. ഇനി ഒരു തട്ടി മറിക്കാത്ത രീതിയിൽ നമ്മൾ കെട്ടിയൊക്കെ ഇട്ടുകൊടുത്താലും അത് പിന്നെ ഓരോക്കെ പാടെ കൊത്തുകൂടിയിട്ടോ അല്ലാണ്ടെയോ ഒക്കെ ഒരു തട്ടിട്ടോ എങ്ങനെങ്കിലും അത് കൂടൊക്കെ നനയുന്നൊരവസ്ഥയിലാവുന്നൊരു ഒരിത് വരലുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവലുണ്ട് അങ്ങനെ. അപ്പോൾ പുതിയൊരു ഐഡിയ ഉപയോഗിച്ച് നോക്കിയതാട്ടോ. ഇത് ഇത്രയും നാളായിട്ട് ഞാനിത് കണ്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഇത് കണ്ടവരായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവോ. ഒരു ചെറിയൊരു ഒരു മൂടി പോലുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് നമ്മള് സെവനപ്പോ അങ്ങനെയൊക്കെ വാങ്ങുന്ന ബോട്ടിലുണ്ടാവുമല്ലോ, ആ ബോട്ടിലിന്റെ മൂടി മാത്രം ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മളിത് ഈ ഗ്രില്ലിന്റെ ഇവിടെ നമ്മള് പാമ്പൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നെറ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കയറാനുള്ള സ്പേസ് മാത്രം മതി കേട്ടോ, കുപ്പി ഒന്നാകെ കയറേണ്ടതാ. കണ്ടോ, ഇതിങ്ങനെ ഈ ഒരു നമ്മള് സെപ്പറേറ്റ് വാങ്ങിച്ച ഈ ഒരു ഇത് കൊള്ളുന്ന അത്ര സ്പേസ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുപ്പി പുറത്താണ് ഇട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം അഥവാ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലും ഒക്കെ അത് പുറത്തേക്ക് പോയിക്കോളൂ. കൂടും എന്നിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കൂട് തീരെ നനയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ അധികം വിലയില്ല, 20 രൂപ മുടക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. 20 രൂപ മുടക്കി നമ്മളൊരു കൂട്ടിലേക്ക് ഇത് വെച്ച് കൊടുത്താൽ ആ കോഴിക്കൊക്കെ സുഖമായിട്ട് കുടിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു കുപ്പിയിൽ നിറയെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. അപ്പോൾ ഒരു 2 ലിറ്ററിന്റെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 ദിവസമൊക്കെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ വന്നില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. കോഴിക്ക് വെള്ളം കിട്ടാതെ കോഴി എന്തായിന്ന് അങ്ങനൊന്നും വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിനിപ്പോൾ അഥവാ ഒരു ദിവസം ഒന്നും ഫുഡ് കിട്ടിയില്ലെങ്കിലോ കോഴി ചാവോ അങ്ങനൊന്നുമില്ല. പക്ഷെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഇപ്പൊ നമ്മളെ മനുഷ്യന്മാർക്കായാലും നമ്മളെ ജീവികൾക്കായാലും ഒക്കെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഫുഡ് ഇപ്പൊ ഇനി ഒരു ദിവസം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഓർക്ക് കോഴിക്കായാലും എന്തിനായാലും ഒരു കുഴപ്പം വരില്ല. പക്ഷെ വെള്ളം നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം വെള്ളം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയാം. നമ്മൾ ഇതിൽ ഒരു ബോട്ടിൽ നമ്മൾ നിറച്ച് വെച്ച് കൊടുത്താൽ ആ ബോട്ടിൽ എന്തായാലും അവർക്ക് 1 ലിറ്റർ ആകുമ്പോൾ കുറെ കോഴിയൊന്നും ഉണ്ടാകുമ്പോൾ അത് അവർക്ക് ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 ലിറ്ററിന്റെ ബോട്ടിൽ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ അവർക്ക് കുടിക്കാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ ബോട്ടിലൊന്ന് വലുതാക്കി കൊടുക്കാം. നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ബോട്ടിലൊന്ന് വലുതാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് സെറ്റാക്കേണ്ട രീതിയൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. ഇത് കുറച്ചിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചാൽ ഇത് ആ പച്ച മൂടി ഫുള്ളായിട്ട് വരില്ല. അത് ഓരിങ്ങനെ കുടിക്കുന്നതനുസരിച്ച് അത് അവിടെ നിറഞ്ഞു വരിക കേട്ടോ ചെയ്യുന്നത്. 2 ലെയർ കുടുങ്ങുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അത് വെള്ളം ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ കുപ്പി ഒരിക്കലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്താൽ വെള്ളം ഒന്നാകെ ചിന്തുക ചെയ്യുക. അപ്പോൾ കുപ്പി ഒന്നും ചെയ്യണ്ട, കുപ്പി കട്ട് ചെയ്യാണ്ട് നമ്മൾ അത് ബോട്ടിലിന്റെ മൂടിക്ക് പകരം പച്ച ഒരു കോഴി കുടിക്കുന്ന ഇത് വെച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അത് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുപ്പി പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ശേഷം നമ്മൾ കെട്ടി കൊടുക്കുക. ഇനി കൂടിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടാൻ സൗകര്യമുള്ളവർക്ക് കെട്ടി കൊടുക്കുക കേട്ടോ. ഇത് ലീക്കേജ് ഒന്നും കാണുന്നില്ല. അഥവാ ലീക്ക് വന്നാലോ വിചാരിച്ചിട്ട് വരികയാണെങ്കിൽ തന്നെ അത് പുറത്തോട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പുറത്ത് വെച്ച് കൊടുത്തത്. നമുക്കിത് അയക്കാനും ഒക്കെ എളുപ്പമാവും. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കൂട് തീരെ നനയുന്നൊന്നുമില്ല. പിന്നെ അവർക്ക് എപ്പോഴും വെള്ളം കിട്ടും. വെള്ളം കിട്ടിയോ എന്നുള്ളൊരു വിഷമം നമുക്ക് വരില്ല. നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടപ്പോഴൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചിക്കൻ ഫുഡ്, അതായത് നമ്മളെ മറ്റേ പെറ്റിൻ്റെ ഫുഡൊക്കെ ഉള്ള കടയിലുണ്ടാവും. പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫാൻസിയിലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഞാനിത് പെറ്റ്സിൻ്റെ ഒരു കടയിൽ, പെറ്റ്സിൻ്റെ ഫുഡൊക്കെ ഉള്ള ഒരു കടയിൽ നോക്കിയപ്പോൾ അവിടുന്ന് 20 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചത്. ആദ്യം നമ്മൾ ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇത് ഒഴിവാകുന്നതനുസരിച്ചിട്ട് അത് മൂടി ഒന്ന് കഴുകി കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് എന്തായാലും കുടിക്കുമ്പോൾ അതിൽ അഴുക്കൊക്കെ വരാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് വെള്ളം മാറ്റുന്ന ടൈമിൽ അതൊന്ന് കഴുകി നിറച്ചു കൊടുക്കുക. അത്രേ ഇത് ഉള്ളൂ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി ഇതിൻ്റെ ഫിറ്റിങ്സും പിന്നെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, ഈ വെള്ളം ഇങ്ങനെ പിന്നെ പുറത്തേക്ക് പോകൂലേ, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെ ഒഴുകൂലേ, അങ്ങനെയൊക്കെയുള്ളൊരു സംശയം ഉണ്ടാവും. ഇത് ഉപയോഗിക്കാത്തവർക്ക് ഉണ്ടാവുള്ളൂ സംശയമോ, പിന്നെ ഉപയോഗിച്ചവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരാണ് കേട്ടോ. ഇതെങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യാമെന്നോ, ഇത് നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇങ്ങനെ മൂടിയിടുന്നതിന് പകരം ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒറ്റ കമത്തൽ ഇതോ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ വെള്ളം ഒറ്റ പൊസിഷനിൽ അങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ അതിൽ കോഴി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എയർ കുടുങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരും. അല്ലാണ്ട് ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പോകില്ല വെള്ളം, അതിലിങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ ഇത് വെക്കുന്ന പരുവത്തിനനുസരിച്ച് നമുക്കത് ഫുള്ളായിട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കത് ഈ പച്ച ഇതിലൊരു 1/4 ഭാഗമൊക്കെ ആയിട്ടാണ് നിൽക്കേണ്ടത് വിചാരിച്ചാൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഈ കുപ്പി ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചല്ലോ, അപ്പോൾ നമ്മളൊന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്താൽ അതിൽ 1/4 ഭാഗമായിട്ട് നിൽക്കും. ഞാൻ നല്ലോണം ഒരേ പൊസിഷനിൽ തന്നെ അങ്ങനെ വെച്ചാൽ, നേരെ വെച്ചാൽ അതിൽ ഫുള്ളായിട്ട് നിൽക്കും കേട്ടോ. ഒരിക്കലും ഇത് പിന്നെ ചിന്തിപ്പോവില്ല. പിന്നെ ആണെങ്കിൽ ഒരു കുടിക്കുന്നതിനനുസരിച്ച് അതിലിങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും കേട്ടോ. ഇത് മനസ്സിലാവാത്തവർക്കും ഡൗട്ടുള്ളവർക്കും വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണേ. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങി നോക്കുക, ഉപയോഗിച്ച് നോക്കുക. വെറും 20 രൂപയേ ഉള്ളൂ. നമുക്ക് കൂടിങ്ങനെ നാശമാവുന്നതിന് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. നല്ലൊരു വഴിയാണ്, നിങ്ങൾ ചെയ്തു.